السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഹല്ലാജ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ചേനും എന്ന് പറഞ്ഞോവർ. എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈപിടിപ്പൻ ഞാനെന്നോവർ. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. എല്ലാ മുരീദുകൾ താൻ താന്റെ ശൈഖേ പോൽ, എന്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. യാതാലൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഹല്ലാജ കൊല്ലുന്നാൽ അന്ന് ഞാനുണ്ടെങ്കിൽ, ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് പ്രവർത്തന രംഗത്ത് ഞാനുണ്ടായിരുന്നുവെങ്കിൽ അവർ കൈ പിടിച്ചേനും എന്ന് പറഞ്ഞവർ ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിക്കുമായിരുന്നു എന്ന് ശൈഖ് അവർകൾ പറഞ്ഞു എന്നാണ് ഇവിടെ മാലയിൽ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ്. ഷെയ്ഖ് ഹല്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. പക്ഷെ ഔലിയാക്കളിൽപ്പെട്ട ചിലർക്ക് ജദ്ബ് എന്നൊരവസ്ഥയിൽ എത്തും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തിൽ അവർ ലയിച്ചു, പക്ഷെ അതിന്റെ ബാലൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ജദ്ബ് എന്ന് പറയുന്നത്. ഹക്കിൽ ലയിച്ച് ഖൽഖുമായി തഅല്ലുഖില്ലാതിരിക്കുക എന്നാണ് ജദ്ബ് എന്നതിന്റെ മഅന. അതായത് അവർക്ക് പിന്നെ അവരുടെ മുന്നിൽ ഒന്നും കാണുന്നില്ല, അവരൊന്നും അറിയുന്നുമില്ല. സ്വാഭാവികമായും അവരുടെ സംസാരങ്ങളൊക്കെ ഒരു ബുദ്ധിയുള്ള ആളുടെ സംസാരമായിരിക്കില്ല. പക്ഷെ ഇവർക്ക് ഇവിടെ ബുദ്ധി പോയതിന്റെ കാരണം അത് ഇസ്ലാമികമായ ഒരു നല്ല സംഗതിയുടെ ഭാഗമാണ് എന്ന് മാത്രം. അപ്പൊ ഷെയ്ഖ് ഹല്ലാജ് എന്നവർ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. ആ പ്രഖ്യാപനങ്ങൾ ബാഹ്യമായ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായതാണ്. അത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ മഹാനവറുകളുടെ മനസ്സ് ഈ പറഞ്ഞ ജദ്ബിന്റെ ഹാലിലായതുകൊണ്ട് തന്നെ അത് ആ അർത്ഥത്തിൽ അദ്ദേഹം കുറ്റക്കാരനോ മോശക്കാരനോ അല്ല. പക്ഷെ ബാഹ്യ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് എന്തായാലും ആ പറയുന്ന ആള് ഇസ്ലാമിക ലോകത്ത് വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ആ അർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുമ്പോൾ അന്ന് ഞാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വിഭ്രമാവസ്ഥക്ക് പരിഹാരമുണ്ടാക്കി ശരിയായ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട സൗകര്യം ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത്, എന്നെ പിടിച്ചവർ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ബേജാറാകുന്ന അസ്വസ്ഥമാകുന്ന സമയത്ത് എപ്പോഴും അവർ കൈ പിടിപ്പൻ ഞാനെന്നോവർ. അവരെ കൈപിടിച്ച് ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് ശൈഖ് അവർകൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവരുടെ കീഴിലുള്ള ആളുകൾക്ക് ശുപാർശ മുഖേന സഹായം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ശൈഖ് അവർകൾ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ തുടർച്ച തന്നെയാണ് എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് അഥവാ എന്റെ മുരീദുമാർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചവരെ ഞാൻ കാക്കും എന്ന് പറഞ്ഞാൽ എന്റെ മുരീദായ ആൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി നന്നാക്കാൻ അള്ളാഹുവോട് ശുപാർശ ചെയ്തുകൊണ്ടും ആ മുരീദിനെ തർബിയത്ത് ചെയ്തുകൊണ്ടുമൊക്കെ നന്നാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവസരം നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാ മുരീദുകൾ താൻ തന്നെ ശൈഖെ പോലെ, ഓരോ മുരീദും അഥവാ ഓരോ ശിഷ്യനും അവരവരുടെ ശൈഖിനെ പോലെ ആത്മീയ ഗുരുവിനെ പോലെയാണ്. അഥവാ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുക. എന്റെ മുരീദുകൾ എന്നെ പോലെ എന്നോവർ. എന്റെ കൽപ്പനകളും അതേപോലെ തന്നെ എന്റെ ജീവിത രീതിയും എന്റെ പോളിസിയും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോവുക എന്നർത്ഥം.
അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പോളിസി എന്താന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കലാണ് എന്റെ പോളിസി. ആ പോളിസി അനുസരിച്ച് തന്നെ ആയിരിക്കും എന്റെ മുരീദുമാർ മുന്നോട്ട് പോവുക എന്നാണ് ഷെയ്ഖ് അവറുകൾ പറഞ്ഞത്. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊല്ലുവർ എന്ന് പറഞ്ഞാൽ എന്റെ മുരീദുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഞാൻ നല്ലയാളാണ്, ആ കുറവുകൾ പരിഹരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാതെ മുരീദിന് എന്ത് തോന്നിയാസം ചെയ്യാം എന്നല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. യാതാനൊരിക്കലും അല്ലാഹ് തേടുകിൽ എന്നെക്കൊണ്ട് അല്ലാഹ് തേടുവീൻ എന്നവർ, നിങ്ങൾ അള്ളാഹുവോട് എന്തെങ്കിലും വിഷയം ആവശ്യപ്പെടുമ്പോൾ എന്നെക്കൊണ്ട് തവസ്സുലാക്കി നിങ്ങൾ അള്ളാഹുവിനോട് ആ ആവശ്യം ഉന്നയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുള്ളൊരു ശൈലിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റ് ഇഷ്ടദാസന്മാരെ തവസ്സുലാക്കിയോ ദുആ ചെയ്യുക. അതായത് ഈ മഹാന്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ എനിക്ക് എന്റെ വിഷയം നടപ്പാക്കി തരണം എന്ന് പറയുന്ന ശൈലിയാണ് ഈ തവസ്സുൽ എന്ന് പറയുന്നത്. ഇമാം ബുഖാരി ഇവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാമല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഇസ്തസ്ഖാ ബിൽ അബ്ബാസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അള്ളാഹുവിനോട് മഴയെ തേടിയിരുന്നു. അതായത് അബ്ബാസ് എന്നവരുടെ മഹത്വം കൊണ്ട് പടച്ചോനെ ഞങ്ങൾക്ക് മഴ തരണം, കാരണം മുത്തലിബിന്റെ അമ്മാണ്, പിതൃ സഹോദരനാണ് അബ്ബാസ് എന്നവർ, അവരുടെ മഹത്വം കൊണ്ട് മഴ കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയെ സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബുഖാരി അവിടുത്തെ സഹീഹിന്റെ 1010 നമ്പർ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ധാരാളം ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കൂ, കണ്ണ് കാണാത്തൊരു സഹാബി നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് വന്നു. ഇമാം തബറാനിയും മറ്റുമൊക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ ആ സഹാബി വന്നിട്ട് നബിയെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് റെഡിയായി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒളൂ ചെയ്ത് പൂർണ്ണമായി ഒളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറയൂ. അങ്ങനെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ച് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത വാചകം എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ലിതുഖ്ളാ ലി ഹാജതി ഹാദിഹി അല്ലാഹുമ്മ ഫശ്ഫിഹു ഫിയാ. പടച്ചോനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളാകുന്ന കാരുണ്യത്തിന്റെ നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിട്ട് വരുന്നു, അഥവാ ആ നബിയുടെ മഹത്വം കൊണ്ട് എന്റെ വിഷയം നീ നടപ്പാക്കി തരണം എന്ന് ഒരു അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് മുത്തുനബിയുടെ കെയർ ഓഫിൽ ആ ദുആ നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ തുടർച്ചയാണത്. അമ്പിയായിന്റെ മുഅ്ജിസത്തായിട്ട് അത്തരമൊരു സംഗതി നടക്കുമെങ്കിൽ അതിന്റെ തുടർച്ച എന്നോണം ഔലിയായിന്റെ മഹത്വമായിട്ട് അവരെ കൊണ്ടും തവസ്സുലാക്കി ദുആ ചെയ്യുന്നത് ഇസ്ലാമികമാണ്. അതൊരിക്കലും തന്നെ തെറ്റായ ഒരു ശൈലിയല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കെയർ ഓഫിൽ റബ്ബിനെ സമീപിക്കുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതും ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുമുള്ളതുമായ ശൈലിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് ശൈഖ് അവറുകളും പറഞ്ഞ്, നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോൾ എന്നെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യൂ എന്ന്. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ, വല്ല സ്ഥലത്തുനിന്നും എന്നോട് സഹായം തേടുന്നവർക്ക് അവരുടെ വായു കൂടുന്നതിന് മുമ്പ് ഞാൻ സഹായിക്കുമെന്ന് ശൈഖ് അവറുകൾ പറഞ്ഞു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. വല്ലാതെ വിമർശന വിധേയമാക്കാറുള്ള വരിയാണിത്. എവിടുന്ന് വിളിച്ചാലും ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉടനെ തന്നെ ഉത്തരം ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതി, ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അങ്ങനെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുക, ഉത്തരം ചെയ്യുന്നുള്ളത് പടച്ചോന് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ശിർക്ക് മടക്കുന്ന വരിയാണിത് എന്ന് ചില സാധുക്കൾ പറയാറുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമികമായി യാതൊരു തകരാറുമില്ലാത്തൊരു വരിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ കണ്ണിനും കാതിനും കയ്യിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാരന്റെ ലിമിറ്റില്ലാത്ത കഴിവുകൾ നൽകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാതുകൊണ്ട് ദൂരം പ്രശ്നമല്ലാതെ കേൾക്കാനും അവർക്ക് ദൂരം പ്രശ്നമല്ലാതെ വിഷയങ്ങൾ ഇടപെടാനും സാധിക്കുമെന്ന് ഇമാം ബുഖാരി ഇവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച പവന്മാറ്റ പവറുള്ള എന്റെ അടിമയുടെ കയ്യും കണ്ണും ഞാനും കാലുമൊക്കെ ഞാനാകുമെന്ന് പറയുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ വരിയിലും പറഞ്ഞിട്ടുള്ളത്. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കളും കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഔലിയാക്കളും ഇவ்விധത്തിൽ ദൂരം പ്രശ്നമല്ലാതെ
ഇടപെടാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നഹാവന്തിൽ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിന് മദീനത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നഹാവന്തിലേക്ക് നിർദ്ദേശം നൽകിയതും സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് യുദ്ധം വിജയിപ്പിച്ചതുമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതിൽ ഇസ്ലാമികമായി യാതൊരു തകരാറുമില്ല. പക്ഷെ മതം പഠിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.